ഹായ്, വെൽക്കം ബാക്ക് ടു എജുബി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 18 വരെയുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന അത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 19 to 22 വരെയുള്ള റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, സോ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ ബാക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഏതുകൊണ്ടാണ്? ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ പറ്റി പറയുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നതിനകത്ത് ഒരു 6 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ 6 പ്രൊവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 19 ആ 6 പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ 19(1)(a എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യുന്നുണ്ട്? 6 പ്രൊവിഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് 19(1)(a എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് 19(1)(a എന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ്, ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. സോ അത് തരുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 19(1)(a എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ഒരുപാട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ സുപ്രീം കോർട്ട് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഈ 19(1)(a)യുടെ സ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് 19(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അവരുടെ ഫ്രീഡം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 19(1)(a)യിലാണുള്ളത്. അതായത് എനിക്കും നിങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അതേ അവകാശമാണ് ഇന്ത്യയിലുള്ള ഏതൊരു മീഡിയാസിനും അല്ലെങ്കിൽ പ്രസ്സിനുമുള്ളതാ എന്നാണ് ആർട്ടിക്കിൾ 19(1)(a) പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 19(1)(a) ആണ്. ഫ്രീഡം ഓഫ് പ്രസ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 19(1)(a) തന്നെയാണ്. ദെൻ നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞു ഈ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയുള്ള നമ്മുടെ നാട്ടിലെ പരസ്യങ്ങൾക്ക് അതിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ആർട്ടിക്കിൾ 19(1)(a)യിലാണ് കിട്ടുന്നതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ പറഞ്ഞു റൈറ്റ് അഗെയിൻസ്റ്റ് ടാപ്പിംഗ് ടെലഫോണിക് കോൺവെർസേഷൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? സലാല മൊബൈൽസിനകത്ത് ദുൽഖർ സൽമാൻ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, എന്താണ് എന്ന് ഒരാൾ പറയുന്ന ഒരാളുടെ കോൺവെർസേഷൻ ഒളിഞ്ഞു കേൾക്കുക, ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19(1)(a) ആണ്. ദെൻ റൈറ്റ് ടു ടെലികാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഇവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന് കണ്ടന്റുകളെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ, ഇത് ചെയ്യാം. ഇപ്പോൾ ഒരാൾ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷന്റെ പരിധിയിൽ വരുന്നതോ ആണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് അത് ടെലികാസ്റ്റ് ചെയ്യേണ്ടെന്ന് ഗവൺമെന്റ് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെന്റ് ഒരു മോശം ഇമേജ് ആയി പോകും, അല്ലെങ്കിൽ ഈ വാർത്ത കൊടുത്താൽ അത് ഗവൺമെന്റ് എതിരാവും എന്നൊന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു കാര്യം ടെലികാസ്റ്റ് ചെയ്യേണ്ട എന്ന് ഗവൺമെന്റ് ഒരാളോടും പറയാൻ പറ്റില്ല. സോ റൈറ്റ് ടു ടെലികാസ്റ്റ് എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 19(1)(a)യിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് ബന്ദ്. നമ്മുടെ രാജ്യത്ത് ബന്ദ് വരുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ബന്ദ് കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ ബന്ധൊക്കെ വരുന്ന സമയത്ത് അതിന് എതിരായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു അവകാശം നമുക്ക് ഏത് തരുന്നുണ്ട്? ആർട്ടിക്കിൾ 19(1)(a) തരുന്നുണ്ട്. ദെൻ റൈറ്റ് ടു നോ അബൌട്ട് ഗവൺമെന്റ് ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് ആക്ടിവിറ്റീസിനെ പറ്റി അറിയാനുള്ളൊരു അവകാശം ആർക്കുണ്ടോ? നമുക്കുണ്ട് എന്ന് ആർട്ടിക്കിൾ 19(1)(a) പറയുന്നത്. എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനെ പറ്റി അറിയാൻ, അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കുണ്ടോ? നമുക്കുണ്ട് എന്ന് ആർട്ടിക്കിൾ 19(1)(a) പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ളൊരു ആക്ട് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളത്തിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് 2005 വന്നിട്ടുള്ള ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് ആർട്ടിക്കിൾ ബേസ് ചെയ്ത് വന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ആർട്ടിക്കിൾ 19 ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ്. സോ 19 പറയുന്നുണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനെ പറ്റി അറിയാനുള്ള അവകാശം എന്തുണ്ട്? ആസ് എ സിറ്റിസൺ നമുക്ക് അവൈലബിൾ ആണ്. ഇത് തന്നെയാണ് എന്തിൽ പറയുന്നതും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നതും. ഓക്കെ, ദെൻ ഫ്രീഡം ഓഫ് സൈലൻസ് ഉണ്ട്. നമ്മുടെ ഈ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അഭിപ്രായം പറയാതെ ഇരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, സൈലൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു അവകാശമാണ്. സോ അതും ഏതിനകത്താണ് വരുന്നത്? ആർട്ടിക്കിൾ 19(1)(a)യിലാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് ഇമ്പോസിഷൻ ഓഫ്
പ്രീ സെൻസർഷിപ്പ്, ന്യൂസ് പേപ്പറുകളിൽ സെൻസർഷിപ്പ് കൊണ്ടുവരാൻ പാടില്ല. അത് എന്താണ്, ഒരു മുൻവിധിയോട് കൂടിയുള്ള സെൻസർഷിപ്പുകൾ ന്യൂസ് പേപ്പേഴ്സിൽ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്ന ആർട്ടിക്കിളും ഏത് തന്നെയാണ്, 19(1)A തന്നെയാണ്. ദെൻ റൈറ്റ് ടു ഡെമോൺസ്ട്രേഷൻ ഓർ പിക്കറ്റിംഗ്, നമുക്കറിയാം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഈ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ പിക്കറ്റിംഗ് ഒക്കെ നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും ആർട്ടിക്കിൾ 19(1) എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾസിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയി 19(1) നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കണമെന്ന് പറയത്തില്ല, പക്ഷെ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് കീഴിലാണ് എന്ത് വരുന്നത്, ഫ്രീഡം ഓഫ് പ്രസ് വരുന്നത്, അത് ഓർത്തോണം. ദെൻ അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നതും ഏതിന്റെ പരിധിയിലാണ്, 19(1)A പരിധിയിലാണ് എന്നും കൂടി എന്ത് ചെയ്തോണം, ഓർത്തിരിക്കണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് 19(1)B എന്ന് പറയുന്ന ആർട്ടിക്കിൾ നോക്കാം. ഓക്കെ, 19(1)B എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്ത് എന്താണ് പറയുന്നത് വെച്ചാൽ, നമുക്ക് കൂട്ടം കൂടാനും അതുപോലെ തന്നെ സമാധാനപരമായി എന്ത് ചെയ്യുക, കൂട്ടം കൂടാനും പ്രകടനങ്ങൾ നടത്താനും ഈ പറയുന്ന മാർച്ചും ഡിമോൺസ്ട്രേഷനും ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവകാശമാണ് എന്ത് തരുന്നത്, 19(1)B തരുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, ഫ്രീഡം ഓഫ് അസംബ്ലി, നിങ്ങൾക്ക് അസംബിൾ ചെയ്യാനുള്ള റൈറ്റ് തരുന്ന ആർട്ടിക്കിൾ ഏതാണ്, 19(1)B എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫ്രീഡം ഓഫ് അസംബ്ലി തരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള മാനറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, പബ്ലിക് മീറ്റിംഗ്സ് നടത്താം, ഡിമോൺസ്ട്രേഷൻസ് നടത്താം, ഇല്ലെങ്കിൽ പ്രൊസഷൻസ്, ജാഥകൾ നടത്താം, ഇല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ടുള്ള ചെറിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇതെല്ലാം പീസ്ഫുൾ ആയിരിക്കണം. എന്തായിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. ആൻഡ് വിത്തൗട്ട് ആംസ്, ആയുധങ്ങളില്ലാതെ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും ആയുധം കൊണ്ടൊരു ജാഥയ്ക്ക് പോയിട്ട് ഇത് സമാധാനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അപ്പൊ നമ്മൾ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി കൂട്ടം കൂടാനുള്ള അവകാശം തരുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 19(1)B എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തില്ല, റൈറ്റ് ടു സ്ട്രൈക്ക് ഇല്ല. പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ രാജ്യത്ത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള. റൈറ്റ് ടു സ്ട്രൈക്ക് ഇല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ റൈറ്റ് ടു സ്ട്രൈക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, മീറ്റിംഗ്സ്, പബ്ലിക് മീറ്റിംഗ്സ് നടത്താം, ഡിമോൺസ്ട്രേഷൻസ് നടത്താം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊസഷൻസുകൾ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഏതിനകത്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ പറ്റും. ഏതിന് പരിധിയിൽ, ആർട്ടിക്കിൾ 19(1)B. അപ്പൊ സമാധാനപരമായി ആയുധങ്ങളില്ലാതെ കൂട്ടം കൂടാനുള്ള റൈറ്റ് അത് ഏതിനകത്താണ് ഇരിക്കുന്നത്, 19(1)B ഇരിക്കുന്നത്. ഓക്കെ, ദെൻ 19(1)C എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ രാജ്യത്ത് അസോസിയേഷനുകൾ ഫോം ചെയ്യാനുള്ള റൈറ്റ്. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ മാത്രമല്ല, യൂണിയൻസ് ഫോം ചെയ്യാം, അതുപോലെ തന്നെ എന്തും ഫോം ചെയ്യാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 19(1)C എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ രാജ്യത്ത് അസോസിയേഷനുകൾ ഫോം ചെയ്യാം, യൂണിയനുകൾ ഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 19(1)C പ്രകാരം ഫോം ചെയ്യാൻ പറ്റും. ദെൻ 19(1)D എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് തരുന്ന ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, 19(1)D എന്ന് പറയുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ അവൈലബിൾ അല്ല, അത് നമ്മൾ ഓർത്തിരിക്കുക. റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫെയർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കത് അവൈലബിൾ അല്ല. അല്ലാത്ത ഏതൊരു സ്ഥലത്തും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതിന് ഒരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, 19(1)D എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ബാരിയേഴ്സ് ഇല്ലാതെ ആക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റുകൾ പോസിബിൾ ആക്കുന്നത്, അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റുകളും പോസിബിൾ ആക്കുന്നത്. എന്താ ഇന്റർ സ്റ്റേറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാം, നിങ്ങൾ ആരും എതിർക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വരുന്നത് എന്നൊന്നും നിങ്ങളോട് ആരും ചോദിക്കൂല. ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകാം, എറണാകുളത്ത് നിങ്ങൾക്ക് കോഴിക്കോട് പോകാം, അവിടെ നിങ്ങൾക്ക് വയനാട് പോകാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റിനകത്ത് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും ഇന്ത്യക്കകത്തുള്ള സ്റ്റേറ്റുകൾക്കിടയിൽ ട്രാവൽ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് കിട്ടുന്നത് 19(1)D എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഈ ആർട്ടിക്കിൾ പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തിനകത്ത് ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഓക്കെ, ഒരു ഇന്ത്യക്കാരന് ഇന്ത്യക്കകത്ത് ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നത് ആർട്ടിക്കിൾ 19 പ്രകാരമാണ്. എന്നാൽ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് വിദേശത്ത് പോകുന്നതുമായി ബന്ധപ്പെട്ട. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം ഓക്കെ ഫ്രാൻസ് കാണാൻ പോവാം,
അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ശ്രീലങ്കയിൽ പോവാം, ഭൂട്ടാനിൽ പോവാം, ഇങ്ങനെയൊക്കെ നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 19 എന്താണ്? ഇന്ത്യക്കകത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. നമ്മൾ ഫോറിൻ ലാൻഡുകളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട എക്സ്റ്റേണൽ ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ 19(1)(e എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, എന്താണ് 19(1)(e എന്ന് വെച്ചാൽ ഫ്രീഡം. എന്തിനുള്ള ഫ്രീഡം? റെസിഡൻസിനുള്ള ഫ്രീഡം എന്ന് വെച്ചാൽ എന്താ? ഈ രാജ്യത്ത് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അവൈലബിൾ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പല ജോലികൾ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട്, അവരിവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ നമ്മൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തില്ല, നമുക്ക് താമസിക്കാൻ പാടില്ല. അതായത് ഇപ്പം കേരളത്തിലുള്ളവർ മാത്രമേ, മലയാളികൾ മാത്രമേ കേരളത്തിൽ താമസിക്കാവുന്നുണ്ടോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ പോയി താമസിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിസൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്ക് തരുന്ന ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് 19(1)(e എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ 19(1)(e എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് നമുക്ക് എന്ത് തരുന്നത്? ഫ്രീഡം ഓഫ് റെസിഡൻസ്, റിസൈഡ് ചെയ്യാനുള്ള, താമസിക്കാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രൈബൽ ഏരിയാസ്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് താമസിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കണം, ഓക്കെ ഇന്ത്യയിൽ എവിടെ വേണോ എനിക്ക് താമസിക്കാം എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുടെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും എനിക്ക്? അതൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ അയാളോട് പോയിട്ട് പറയണം, എടാ 19(1)(e എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണോ താമസിക്കാം, അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പം റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എവിടെയുണ്ട്? ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോയി താമസിക്കാൻ പറ്റും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് 19(1)(e എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 19(1)(g ആണ്. നോർമലി ഇ കഴിഞ്ഞ് അടുത്ത് വരുന്ന അക്ഷരം എഫ് ആണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ജി വന്നു എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിലൊരു ഡൗട്ടും വേണ്ട. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 31 ഓർമ്മയുണ്ടോ? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ കൂടെ പോയ ഒരു ആർട്ടിക്കിളാണ് 19(1)(f എന്ന് പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ എവിടെ ഇല്ല? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തില്ല. അത് നമ്മൾ പഠിച്ചതാണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, 44ാമത്തെ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? ഈ ആർട്ടിക്കിൾ 21 പോയതിന്റെ കൂടെ പോയൊരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് 19(1)(f എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 19(1)(f എന്ന് പറയുന്ന ആർട്ടിക്കിൾ എവിടെ ഇല്ല? ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇനി അടുത്തുള്ള ആർട്ടിക്കിൾ ഏതാണ്? 19(1)(g ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 19(1)(g? ഫ്രീഡം ഓഫ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് മാന്യമായ ഏതൊരു തൊഴിലും ചൂസ് ചെയ്യാനും ആ തൊഴിൽ ചെയ്യാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 19(1)(g എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒക്കുപേഷനോ ഇല്ലെങ്കിൽ ട്രേഡോ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, അത് ലീഗൽ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ലീഗൽ ആയിട്ടുള്ള ഏത് പ്രൊഫഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 19 6 ആർട്ടിക്കിളാണ് പറഞ്ഞത്. 19(1)(a എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 19(1)(b എന്താണ്? അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. 19(1)(c എന്താണ്? അസോസിയേഷനുകൾ ഫോം ചെയ്യാം. ഓക്കെ, ദെൻ 19(1)(d എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ട്രാവൽ ചെയ്യാം, മൂവ്മെന്റ്. ദെൻ 19(1)(e എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം. എഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇല്ല. എഫ് എന്ത് ചെയ്തു? 44th അമെൻമെന്റിൽ ക്യാൻസൽ ആയി പോയി. ദെൻ അടുത്തുള്ള 19(1)(g ആണ്. എന്താണ് 19(1)(g എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശമാണ് ഏതെന്ന് പറയുന്നത് 19(1)(g എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള 6 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റൈറ്റ് ടു ഫ്രീഡവുമായി ബന്ധപ്പെട്ടിട്ട് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്തുള്ള 6 പ്രൊവിഷൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ 20 ആണ്. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ ആർബിറ്ററി അറസ്റ്റ് അല്ലെങ്കിൽ പണിഷ്മെന്റ്, എക്സസീവ് പണിഷ്മെന്റിൽ നിന്നൊക്കെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 20യുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളെ അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിറ്ററി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ്. ഒരു അക്യൂസ്ഡ് പേഴ്സൺ എന്ത് ചെയ്യുക? പണിഷ് ചെയ്യുന്നതിന് ആർബിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആൾക്ക് കിട്ടാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 20 ആണ്. എന്ന് വെച്ചാൽ സിമ്പിളി വേറൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങൾ ഇനിയിപ്പോൾ വേണ്ട, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ മാത്രമേ കിട്ടാവൂ. അതിൽ കൂടുതൽ ശിക്ഷ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് കിട്ടാൻ പാടില്ല. ഓക്കെ, അത് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20. അപ്പോൾ എങ്ങനെയാണ് ആർട്ടിക്കിൾ 20 അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഓക്കെ, ഒരു വ്യക്തി പ്രതിയാവുമ്പോൾ അയാളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ
റീസൺ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ആൻസർ ആണ് ഈ 3 കാര്യങ്ങൾ ഞാൻ ഈ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ആർട്ടിക്കിൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരും അവൈലബിൾ ആണ്. ഓക്കെ, സിറ്റിസൺസിനും അതുപോലെ ഏലിയൻസിനും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 20 എങ്ങനെയാണ് ഒരാളെ കൺവിക്റ്റഡ് ആവുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്താണ് നോ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ. ഓക്കെ, ഈ എക്സ്പോസ്ഡ് ഫാക്ടോ ലോ എന്ന് പറയുന്നത് ക്രിമിനൽ ലോകൾക്ക് മാത്രമാണ് ബാധകം. ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് ലോസിലോ ഈ എക്സ്പോസ്ഡ് ഫാക്ടോ എന്ന് പറയുന്നത് ബാധകമല്ല. ഓക്കെ, എന്താണ് എക്സ്പോസ്ഡ് ഫാക്ടോ എന്ന് ചോദിച്ചാൽ, എക്സ്പോസ്ഡ് ഫാക്ടോയുടെ മലയാളം മുൻകാല പ്രാബല്യം എന്നാണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മുൻകാല പ്രാബല്യം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം എന്താണ് മുൻകാല പ്രാബല്യത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരാള് ഒരു ക്രൈം ചെയ്യുന്ന സമയത്തുള്ള നിയമങ്ങൾ വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അയാളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തി ക്രൈം ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ അയാൾക്ക് ബാധകമല്ല. എന്ന് വെച്ചാൽ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ 2023 ഒരു ക്രൈം ചെയ്തു. 2024 അയാൾ ചെയ്ത ക്രൈമുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് ഒരു ലോ പാസ്സാക്കി. പക്ഷേ ഇയാൾ ക്രൈം ചെയ്യുന്ന സമയത്ത് ഈ നിയമം ഉണ്ടോ? ഇല്ല. കാരണം അയാൾ ക്രൈം ചെയ്യുന്നത് 2023 പാർലമെന്റ് ആക്ട് പാസ്സാക്കുന്നപ്പോഴാണ് 24 അപ്പോൾ ഇയാൾ ക്രൈം ചെയ്യുന്ന സമയത്ത് എന്തില്ല, ഈ ഒരു ലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലോ അയാൾക്ക് ബാധകമല്ല. അതാണ് മുൻകാല പ്രാബല്യം. അതായത് ഒരു വ്യക്തി ക്രൈം ചെയ്യുന്ന സമയത്തുള്ള ലോസ് വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളെ ട്രയൽ ചെയ്യാനും ശിക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ. അതിനുശേഷം വന്ന നിയമങ്ങൾ അയാൾക്ക് എന്തല്ല, ബാധകമല്ല. ഓക്കെ, ദെൻ നോ ഡബിൾ ജിയോപ്പർഡി. എന്താണ് ഡബിൾ ജിയോപ്പർഡി എന്ന് ചോദിച്ചാൽ, ഒരാള് ഒരു കുറ്റം ചെയ്തു, അയാൾ ഒരു തവണ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അയാൾ എന്ത് ചെയ്യണ്ട, അതേ കുറ്റത്തിന് ശിക്ഷിക്കേണ്ട. അതേ കുറ്റത്തിന് ശിക്ഷിക്കേണ്ട മീൻസ്, ഇപ്പം ഞാനൊരു ക്രൈം ചെയ്തു, ഞാൻ 5 വർഷം ജയിലിൽ കിടന്നു, ഞാൻ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ജയിലിൽ നിന്ന്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഓക്കെ നീ അന്ന് ചെയ്ത ക്രൈമിൽ നിന്നെ വീണ്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റൂല, എന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടാൻ പറ്റൂല. ഓക്കെ, എന്നെ ജയിലിൽ കൊണ്ടിടാം എപ്പോഴാണ്, ഞാൻ അതേ ക്രൈം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്താൽ പുതിയ കേസ് ആയതുകൊണ്ട് എന്നെ വീണ്ടും എന്ത് ചെയ്യാം, ശിക്ഷിക്കാം. അല്ലാതെ ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ക്രൈം ചെയ്ത വ്യക്തിയെ ശിക്ഷയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞാൽ അയാളെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റൂല, ആ പഴയ ക്രൈമിന്റെ പേരിൽ വീണ്ടും വീണ്ടും ശിക്ഷിക്കാൻ പറ്റൂല. അതാണ് നോ ഡബിൾ ജിയോപ്പർഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോ സെൽഫ് ഇൻക്രിമിനേഷൻ. സെൽഫ് ഇൻക്രിമിനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, അയാൾ കസ്റ്റഡിയിലുള്ള സമയത്ത് അയാൾക്കെതിരെ എന്ത് ചെയ്യണ്ട, തെളിവ് നൽകണ്ട. ഓക്കെ, ഒരു വ്യക്തിക്കെതിരായിട്ട് ആ വ്യക്തിക്കെതിരായിട്ട് എന്ത് നൽകണ്ട, തെളിവ് നൽകണ്ട എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും എവിടെയാ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 20 എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്, ഇന്ത്യയിൽ എക്സ്പോസ്ഡ് ഫാക്ടോ എന്ന് പറയുന്നത് ക്രിമിനൽ ലോകൾക്ക് അവൈലബിൾ അല്ല. ദെൻ ഇന്ത്യയിൽ എന്തില്ല, ഡബിൾ ജിയോപ്പർഡി ഇല്ല. ദെൻ ഇന്ത്യയിൽ എന്തില്ല, സെൽഫ് ഇൻക്രിമിനേഷനും ഇല്ല. സോ ഇത് 3 ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നതാ. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 21 നമ്മുടെ ജീവൻ, ലൈഫും പേഴ്സണൽ ലിബർട്ടിയും ഇത് രണ്ടും പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമ്മുടെ ജീവനും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം പേഴ്സണൽ ലിബർട്ടിയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 21. സോ നോക്കിയേ, ആർട്ടിക്കിൾ 21 പറയുന്നത് നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. സോ നിയമം വഴി സ്ഥാപിതമായ കാര്യങ്ങളിലൂടെ ഒരാളുടെ പേഴ്സണൽ ലിബർട്ടിയോ അല്ലെങ്കിൽ അയാളുടെ ലൈഫൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം നിങ്ങൾക്കറിയാം ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു സുപ്രീം കോർട്ടോ, അപ്പോൾ അയാൾ അവിടെ പോയിട്ട് പറയണം ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് എൻ്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യണം, ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല എന്നൊന്നും അയാൾക്ക് അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ നിയമം വഴി സ്ഥാപിതമായ രീതികളിൽ ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയുടെ ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഹാനികരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതാ, ആർട്ടിക്കിൾ 21. അപ്പോൾ ആർട്ടിക്കിൾ 21 ഒരു ഇമ്പോർട്ടൻ്റ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇതൊരു ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിരിക്കുന്ന ഐഡിയോളജിയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത്. അതായത് കൃത്യമായി നിയമം വഴി സ്ഥാപിതമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ അൺറീസണബിൾ ആണെന്ന് പറയാനോ അൺഫെയർ എന്ന് പറയാനോ അൺജസ്റ്റ് ആണെന്ന് പറഞ്ഞോ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നിയമം വഴി എന്ത് ചെയ്തു, ഒരു ലോ കൊണ്ടുവന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ എനിക്ക് ആ ലോ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വഴിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അയ്യോ ആ ലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് അൺറീസണബിൾ ആണ്, അൺഫെയർ ആണ്, അൺജസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് എനിക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, പ്രോപ്പറായിട്ട് ലോ വഴി എസ്റ്റാബ്ലിഷ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം.
ഓക്കെ, പ്രോപ്പർ ലോ പ്രൊസീജിയർ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഐഡിയയാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 റിലേറ്റബിൾ ഒരു കാര്യമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അമേരിക്കൻ കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് സിംപ്ലി ഇത് എന്താണെന്ന് വെച്ചാൽ ലോ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ലോ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തിയും ഉപദ്രവിക്കാൻ പാടില്ല, അയാളുടെ റൈറ്റ്സുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിനേ ചെയ്യപ്പെടാൻ പാടില്ല. ഇതാണ് എന്തെന്ന് പറഞ്ഞ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിൽ ഈ വരുന്ന ലോസ് എല്ലാം ഇതെല്ലാം പ്രോപ്പർ ആണോ, ഒരാളുടെ പേഴ്സണൽ ലിബർട്ടി അല്ലെങ്കിൽ അയാളുടെ ലൈഫിനെയൊക്കെ ത്രെഡൻ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. അതാണ് ഏതെന്ന് പറയുന്നത്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഒരു അമേരിക്കൻ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണ്, നിയമം വഴി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലോയെ നമുക്ക് അൺറീസണബിൾ ആണെന്നോ അൺജസ്റ്റ് ആണെന്നോ ഒന്നും പറഞ്ഞ് ഈ ഒരു ഗ്രൗണ്ട്സിലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്താണ്, നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്ന ഒരു ലോയും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പേഴ്സണൽ ലിബർട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലൈഫിനെ ഒന്നും ത്രെട്ടൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലോസ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അത് സിംപ്ലി എന്താണ്, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളെല്ലാം പ്രോപ്പർ ചാനലാണോ കൊണ്ടുവന്നിരിക്കുന്ന, ഫെയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 21 കുറച്ച് സ്കോപ്പ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് അല്ലേ. പബ്ലിക് പ്ലേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, ആർട്ടിക്കിൾ 21 പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിൽ പബ്ലിക് പ്ലേസിൽ എന്ത് ചെയ്തിരിക്കുന്നത്, സ്മോക്കിംഗ് നിരോധിച്ചിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രൈവസി എന്ന് പറയുന്നത്, സ്വകാര്യത, പ്രൈവസി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് പ്രകാരമാണ്, ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഓക്കെ, അപ്പൊ പ്രൈവസി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അവൈലബിൾ ആവുന്നത്, ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഏത് ആർട്ടിക്കിൾ ആണ് നമ്മുടെ രാജ്യത്ത് പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് നിരോധിച്ചിരിക്കുന്നത്, അതും ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാൻ അവകാശം തരുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി എന്ത് ചെയ്യാം, നിങ്ങളുടെ പാർട്ണറായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് തരുന്നതും ഏതാണ്, ആർട്ടിക്കിൾ 21 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പബ്ലിക് പ്ലേസിലെ സ്മോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 21 നിരോധിക്കുന്നുണ്ട്. ദെൻ പ്രൈവസി നമുക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തരുന്ന ഏതാണ്, ആർട്ടിക്കിൾ 21 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതും ഏതാണ്, ആർട്ടിക്കിൾ 21 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം മാത്രമല്ല മറ്റേ വ്യക്തിക്ക് ഈ ആർട്ടിക്കിൾ അവൈലബിൾ ആണ്. രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, സോ രണ്ടുപേർക്ക് ഇഷ്ടമാണ്, അവർക്കൊന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവൈലബിൾ ആവുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 22, ആർട്ടിക്കിൾ 22 മുന്നേ ആർട്ടിക്കിൾ 21A പറയാനുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 21A ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ A കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് എവിടെ ഇല്ല, ഒറിജിനൽ ഡോക്യുമെന്റിനകത്ത് ഇല്ല. അതായത് നമ്മുടെ ഇനിഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്തില്ല. പിന്നീട് എപ്പോഴും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ലെറ്റർ എന്ത് ചെയ്യുന്നത് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21A പറയുന്നത് 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 21A എന്താ പറയുന്നത്, 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കണം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. നമ്മുടെ നാട്ടിലെ ക്ലാസ് 1 തൊട്ട് ക്ലാസ് 10 വരെയുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞു ഈ ക്യാപിറ്റൽ ലെറ്ററിന്റെ മീനിങ് എന്താണ്, ഇത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പിന്നീട് ആഡ് ചെയ്തതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അമെൻമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പം 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2002 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് എന്ത് ചെയ്തത്, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ആയിരുന്നു. ഓക്കെ, അപ്പൊ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഈ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002 എന്ന് പറയുന്നത്. എന്താ ചെയ്തത്, 21A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതിലൂടെയാണ്, ഈ ഒരു അമെൻമെന്റിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റൈറ്റ് ടു
റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പിന്നീട് വന്ന ഒരു ആക്ട് ആണ്. ഓക്കെ, ഇത് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 21A പറയുന്നതാണ് 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇതൊരു ആക്ട് ആണ്. ഈ ആക്ട് വരുന്ന വർഷം 2010 ആണ്. ഓക്കെ, 2010 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത്, ഈ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്ന എപ്പോഴാണ്, 2010 ഏപ്രിൽ 1 വരുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 21A വരുന്ന ഏതാണ്, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002 എന്ത് വരുന്നത്, ആർട്ടിക്കിൾ 21A വരുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 22 നമ്മൾ ഡീറ്റെയിൻ ചെയ്യുക, ജയിലിൽ അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. അതായത് അറസ്റ്റ് ചെയ്ത ഒരാളെ ഡീറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 2 ടൈപ്പ് ഡിറ്റൻഷനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തേതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കരുതൽ തടങ്കൽ എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, അയാൾ അറസ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ അയാൾ കൺവിക്റ്റഡ് അല്ല. ഓക്കെ, ഇയാൾ ട്രയൽ ഫേസ് ചെയ്യുന്നില്ല, കാരണം അയാൾ കൺവിക്റ്റഡ് അല്ല. പക്ഷേ അയാൾ എന്ത് ചെയ്യുമായിരുന്നു, എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ പ്രസൻസ് ചിലപ്പോൾ ഒരു ക്രൈമിലേക്ക് നയിക്കുമായിരുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ആ ക്രൈം നടക്കാതിരിക്കാൻ വേണ്ടി നേരത്തെ പിടിച്ച് പൂട്ടിയിടുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ മറ്റൊന്നാണ് പുനിറ്റീവ് ഡിറ്റൻഷൻ. എന്താണ് പുനിറ്റീവ് ഡിറ്റൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തു, അയാൾ കൺവിക്റ്റഡ് ആയി ട്രയൽ വരുന്നു, അതിനുശേഷം കോടതി പറയണം ഓക്കെ ഇയാളെ പിടിച്ച് കുറച്ചു കാലം ജയിലിൽ ഇടാൻ പറയണം. ഇതാണ് പുനിറ്റീവ് ഡിറ്റൻഷൻ. അപ്പൊ ക്രൈം ചെയ്യുന്നതിന് മുന്നേ ഒരാളെ ഡീറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ക്രൈം ചെയ്തൊരു വ്യക്തിയാണ് ഡീറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുന്നത്, പുനിറ്റീവ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 22(1) ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കുറച്ച് റൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൈറ്റ് ആണ്, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇതെവിടെയാ പറയുന്നത്, ആർട്ടിക്കിൾ 22 ക്ലോസ് 1 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 22 എന്ത് പറയുന്നത്, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം, 24 മണിക്കൂറിനകത്ത് അയാളെ എവിടെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 22 അതൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഒരു കാലാവധി പറയുന്നുണ്ട്. അതായത് ഒരിക്കലും കനോട്ട് എക്സീഡ് 3 months, 3 മാസത്തിൽ കൂടാൻ പാടില്ല പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. അൺലെസ് അവിടെ ക്ലോസ് ഉണ്ട്. എന്താ പറയുന്നത്, ഇത് ഒരു സഫിഷ്യന്റ് റിപ്പോർട്ട് നമുക്ക് തോന്നുന്നു ഒരു വ്യക്തിയെ കുറച്ചുകൂടി കാലം എക്സ്റ്റൻഡ് ആയിട്ട് ഡീറ്റെയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഒരു അഡ്വൈസറി ബോർഡ് പറയാണ് ശരി ഇയാളെ എന്ത് ചെയ്യണം, ഡീറ്റെയിൻ ചെയ്യണം, 6 മാസം പോരാ എന്നൊരു അഡ്വൈസറി ബോർഡ്. എങ്ങനത്തെ അഡ്വൈസറി ബോർഡ്, ഹൈക്കോടതിയിലെ ജഡ്ജസ് മെമ്പറായിട്ട് വരുന്ന ഒരു അഡ്വൈസറി ബോർഡ് പറയണ ഒരു വ്യക്തിയെ 3 മാസത്തിൽ കൂടുതൽ കരുതൽ തടങ്കലിൽ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ ജയിൽ അടയ്ക്കണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ ജയിലിലടയ്ക്കാം. ഓക്കെ, അപ്പം നോർമലി നമ്മളോട് ചോദിക്കണം പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കാലാവധി എത്ര, 3 മാസം. പക്ഷേ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആർക്കാ പറ്റുന്നത്, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഒരു പ്രത്യേക അഡ്വൈസറി ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ അഡ്വൈസറി ബോർഡിന് തോന്നുകയാണ് ഓക്കെ ഇയാൾ 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൻ ചെയ്യണമെന്ന്. എന്നാൽ മാത്രമേ അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ആർട്ടിക്കിൾ 19 നമ്മൾ പഠിച്ചു, ആർട്ടിക്കിൾ 20 പഠിച്ചു, 21 പഠിച്ചു, 22 പഠിച്ചു. ഓക്കെ, ഇനി നിങ്ങളില്ലാത്ത മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പണ്ട് എമർജൻസി വരുന്ന സമയത്ത് 1975 ഇന്റേണൽ എമർജൻസി ഒക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ എക്സ്റ്റേണൽ എമർജൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാഷണൽ എമർജൻസി ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റെസ്ട്രിക്ഷൻ വരും. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതെന്താണ്, അബ്സല്യൂട്ട് അല്ല, എന്ത് മാത്രമാണ്, ക്വാളിഫൈഡ് മാത്രമാണ്. സോ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇനി എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആർട്ടിക്കിൾ 20ഉം 21ഉം സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എമർജൻസിക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, ആർട്ടിക്കിൾ 20ഉം 21ഉം. 20ഉം 21ഉം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇനി സസ്പെൻഡ് ചെയ്യാൻ പറ്റൂല. എന്ത് പ്രകാരം, 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1978. ഓക്കെ, അപ്പൊ 1978 ഭേദഗതി പ്രകാരമാണ് എന്ത് പറയുന്നത്, ഒരു കാരണവശാലും ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മുടെ രാജ്യത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഓർത്തിരുന്നോണം, നമ്മുടെ രാജ്യത്ത് എമർജൻസി വരുന്ന സമയങ്ങളിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ
20യും 21ഉമാണ്. ഓക്കെ, സോ നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ചെയ്തത് ഇതുവരെ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് നോക്കാം. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ആർട്ടിക്കിൾ 23യും 24ഉം രണ്ട് ആർട്ടിക്കിളാണ് എന്തിനെ പറ്റി പറയുന്നത്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റൈറ്റ് ടു ഫ്രീഡം പഠിച്ചു, ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ ഉള്ളത്. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു, റൈറ്റ് ടു ഇക്വാലിറ്റി പഠിച്ചു, ആർട്ടിക്കിൾ 14 to 18 എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് പഠിക്കുകയാണ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് വാട്ട്, ചൂഷണം. സോ ചൂഷണങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം. രണ്ട് ആർട്ടിക്കിൾ ഉണ്ട്, ഏതൊക്കെയാണ്, 23യും 24ഉം. അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, രണ്ട് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എന്താണ് ജോലി ചെയ്യിപ്പിക്കുന്ന. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ്, ഒന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്, മനുഷ്യക്കടത്ത്. ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യക്കടത്ത് പാടില്ല എന്ന് പറയുന്നത് ഏതാണ്, ആർട്ടിക്കിൾ 23 ആണ്. ദെൻ അതുപോലെ തന്നെ ഫോഴ്സ്ഫുൾ ലേബർ, ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് താല്പര്യമില്ല എങ്കിൽ അയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഏതാണ്, ആർട്ടിക്കിൾ 23 ആണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 23 എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് നമ്മുടെ രാജ്യത്ത് എന്ത് നിരോധിക്കുന്നുണ്ടോ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നിരോധിക്കുന്നുണ്ട്. രണ്ടാമത് എന്ത് നിരോധിക്കുന്നുണ്ടോ, ഫോഴ്സ്ഫുൾ ലേബർ. അപ്പൊ എന്തൊക്കെ നിരോധിക്കുന്നുണ്ട്, ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കും ദെൻ ഫോഴ്സ്ഡ് ലേബറും ഇന്ത്യയിൽ നിരോധിക്കുന്ന എന്താണ്, ആർട്ടിക്കിൾ 23 ആണ്. ദെൻ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 23 ഇന്ത്യയിൽ നിരോധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ, അതായത് ആൾക്കാരെ വിൽക്കുന്നതും വാങ്ങിക്കുന്നതും, നമുക്കത് സിംപിളി സ്ലേവറി, ദെൻ അതുപോലെ തന്നെ ഈ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ, ദെൻ അതുപോലെ തന്നെ ദേവദാസി സിസ്റ്റം, ബെഗ്ഗിങ്, ഇതൊക്കെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഏതാണ്, ആർട്ടിക്കിൾ 23 ആണ്. എന്തൊക്കെ നിരോധിക്കുന്നുണ്ടോ, സ്ലേവറി നിരോധിക്കുന്നുണ്ട്, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ നിരോധിക്കുന്നുണ്ട്, ദേവദാസി സിസ്റ്റം നിരോധിക്കുന്ന ആർട്ടിക്കിൾ 23 ആണ്. ബെഗ്ഗിങ് നിരോധിക്കുന്നത് എന്താണ്, ആർട്ടിക്കിൾ 23 ആണ്. ഇവിടെ ബെഗ്ഗിങ് എന്ന് വെച്ചാൽ, ഈ ബെഗ്ഗിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, വേജസ് ഇല്ലാതെ ജോലി ചെയ്യുന്നതിന്, നമ്മൾ കൂലി ഇല്ലാതെ ഒരാളെ കൊണ്ട്, കൂലി കൊടുക്കാതെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബെഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേവദാസി സിസ്റ്റം, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ, സ്ലേവറി, ബെഗ്ഗിങ്, ഇതൊക്കെ ഇന്ത്യയിൽ ഏത് ആർട്ടിക്കിളാണ് നിരോധിക്കുന്നത്, ആർട്ടിക്കിൾ 23 ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിരോധിക്കുന്നത്. ഓക്കെ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ അടുത്ത ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 24 പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചൈൽഡ് ലേബർ ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ, സോ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 24 ആണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ഏത് ഏജ് ഗ്രൂപ്പ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട്. പ്രത്യേകിച്ച് അവർ എടുത്ത് പറയുന്നുണ്ട് എന്താണ്, ഈ ഫാക്ടറികളിലും മൈൻസിലും ഹസാഡസ് ആക്ടിവിറ്റീസുകളിലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. സോ സിംപ്ലി ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 24 ആണ്. ഓക്കെ അല്ലേ, അപ്പൊ 23യും 24ഉം രണ്ടും എക്സ്പ്ലോയിറ്റേഷൻ എതിരാണ് അല്ലേ. 23 എന്താണ്, നമ്മുടെ രാജ്യത്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തും ഫോഴ്സ്ഡ് ലേബറും ഒക്കെ നിരോധിക്കുന്ന ഏതാണ്, ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 24 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തെ ചൈൽഡ് ലേബർ, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 24 ആണ്. ഓക്കെ, സോ നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 to 22 പഠിച്ചു. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23യും 24ഉം എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഇന്ന് പഠിപ്പിച്ച രണ്ട് ആർട്ടിക്കിൾസിനകത്ത് മാർക്കും ഡൗട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ താങ്ക് യു.